ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണന്റെ ലോകസഭയിലെ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ പ്രസംഗിക്കുന്നത് ശുദ്ധ മലയാളത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള മറ്റു 19 എം പിമാർക്കും വേണമെങ്കിൽ നിർമ്മല സീതാരാമൻ കുറച്ചൊക്കെ മലയാളം അറിയാമെന്ന് മാത്രം പറഞ്ഞ് ഇതിനെ ഭാഷയുടെ കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാം. എന്തായാലും ആലത്തൂർ എം പിയുടെ പ്രസംഗം ലോക്സഭയിൽ വിവാദത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ആലത്തൂർ എം പി പറഞ്ഞത്? ആലത്തൂർ എം പിയുടെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അത് കാണുന്നതിനായി വീഡിയോ ദയവായി മുഴുവനായി കാണുക. ആലത്തൂർ എം പിയുടെ പ്രസംഗത്തിൽ എന്താണ് ഇത്ര കണ്ട് വിവാദമുണ്ടായിരിക്കുന്നത്? RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മലയാളത്തിൽ പ്രസംഗിച്ചാൽ എന്താണ്, ഭാഷാ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ടെക്നോളജി ഉണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ പറയാം. എന്നാൽ ലോക്സഭയിൽ ആരോഗ്യപരമായി ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. കാസർഗോഡ് നിന്നുള്ള MLA വന്ന് കന്നഡയിൽ നമ്മുടെ നിയമസഭയിൽ പ്രസംഗിച്ചാൽ എങ്ങനെയിരിക്കും? അതാണിപ്പോൾ ആലത്തൂർ എം പി ശ്രീ രാധാകൃഷ്ണൻ സംഭവിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല എം പിമാരും അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊരു ന്യായം ഇതിന് പറയാമെങ്കിലും കേരളത്തിൽ നിന്നായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നം. കാരണം വിദ്യാഭ്യാസത്തിനും കഴിവിനും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് സ്വയം അഭിമാനിക്കുന്ന മലയാളികളുടെ പ്രതിനിധി അവിടെ ചെന്ന് ഭാഷ അറിയാതെ ഉഴലുന്നു. ഇത്തരത്തിൽ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ നിസ്സഹായ അവസ്ഥയിൽ പാർലമെന്റിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു മലയാളി എന്ന രീതിയിൽ RR ടോക്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഒരു വിഷയമായി RR ടോക്സിന് അവതരിപ്പിക്കുന്നത്. രാധാകൃഷ്ണന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹം പറയുന്നതെല്ലാം വളരെ വലിയ കാര്യങ്ങളാണ്. ഗഹനമായി പഠിച്ച് ആഴത്തിലുള്ള ഭരണപക്ഷത്തെ ശരിക്കും വെള്ളത്തിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്ത് കാര്യം, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ അവസരത്തിൽ RR ടോക്സ് ഓർത്തു പോകുന്നത് മുൻ MP ഇന്നസെന്റിന്റെ പ്രസംഗങ്ങളാണ്. ശുദ്ധമായ മലയാളത്തിലായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചത്. ഒരു MP എന്ന നിലയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം പാർലമെന്റ് ചർച്ചകളിൽ നടത്തിയത് എന്ന് ഇപ്പോഴും RR ടോക്സിന് അറിയില്ല. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MLA ശ്രീ മുകേഷിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, പാർലമെന്റിൽ പോയാൽ ഭാഷ ഒരു പ്രശ്നമാകില്ലേ? അതിനല്ലേ എൻ്റെ ആക്ടിംഗ് സ്കിൽ എന്ന ഹാസ്യരൂപേണ അദ്ദേഹം പറഞ്ഞു. അതായത് ഇടതുപക്ഷ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് വിടുമ്പോൾ കാര്യമായ ഒരു സ്റ്റഡിയും കാര്യമായ ഒരു പഠനങ്ങളും ഒന്നും നടത്തുന്നില്ല. തുലവും വിജയസാധ്യത മാത്രം കണക്കിലാക്കി സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ പാർട്ടിക്ക് ഒരു സീറ്റ് കൂടുന്നു. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം നാണം കെടുന്നു എന്ന വസ്തുത അറിയണം. ഇതിൻ്റെ ശരിയായ വശങ്ങൾ അറിയുന്നതിന് ശ്രീ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ കേൾക്കണം. മലയാളികളായി നമ്മൾക്ക് അഭിമാനം തോന്നും അദ്ദേഹത്തിന്റെ കണ്ടന്റ് കേട്ടാൽ. പക്ഷേ ലോക്സഭയിൽ ഇരിക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു ദയനീയ അവസ്ഥ ഇതിന് പിന്നിലുണ്ട്. ശരിക്കും ലോക്സഭയിലേക്ക് നമ്മളൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിടുമ്പോൾ അത്യാവശ്യം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കാനുള്ള പാഠവും ഉള്ള ഒരാളായിരിക്കണം. കാരണം ലോക്സഭ എന്നത് മറ്റൊരു വീഡിയോയിൽ RR ടോക്സ് പറഞ്ഞതുപോലെ നിയമനിർമ്മാണ സഭയാണ്. ഇവിടെ ആധികാരികമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് തൻ്റെതായ കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അംഗത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിന് യാതൊരു അർത്ഥവുമില്ല. അർഹതയില്ലാത്തൊരു സ്ഥാനത്ത് പോയി ഇരിക്കുന്നു എന്ന് വേണം പറയാം. ശ്രീ കെ രാധാകൃഷ്ണനെ പോലെയൊക്കെ കഴിവുള്ള ആൾക്കാർ കേരള നിയമസഭയിൽ വളരെയധികം സംഭാവനകൾ നൽകേണ്ട ഒരാളാണ്. കേരള നിയമസഭയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നിയമസഭാ സാമാജികന്റെ സേവനവും സംഭാവനയും മലയാളികൾക്ക് പ്രയോജനപ്പെട്ടേനെ. ഇതൊരു കഴിവുള്ള മനുഷ്യനെ എന്തൊക്കെ വിജയസാധ്യതകളും കണക്കൂട്ടലുകളുടെയും പേരിൽ പാർട്ടി അയച്ച് ഡൽഹിയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് RR ടോക്സിന് ഈ പ്രസംഗം കാണുമ്പോൾ തോന്നുന്നത്. ഇനി രാധാകൃഷ്ണനെ കേരളത്തിൽ നിന്നും പറിച്ചു നട്ടതിൽ രാഷ്ട്രീയപരമായി മറ്റെന്തെങ്കിലും നീക്കങ്ങളുണ്ടോ എന്നും RR ടോക്സിന് അറിയില്ല. ഈ വിഷയത്തിൽ RR ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നമ്മൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു വിടുന്ന പ്രതിനിധികൾ മിനിമം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അവിടെ സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ആൾക്കാരെ പാർട്ടികൾ സ്ഥാനാർത്ഥികളായി നിർത്തരുത്. ഇനി അഥവാ ഏതെങ്കിലും പാർട്ടികൾ സ്ഥാനാർത്ഥികളായി നിർത്തിയാൽ തന്നെ അവരെ ജയിപ്പിക്കരുത്. ഇതാണ് RR ടോക്സിന്റെ അഭിപ്രായം. എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. ശ്രീ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കാണുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ അഭിപ്രായമാണ് RR ടോക്സിന്റെ പ്രചോദനം. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നേരത്തെ ബഹുമാനായ KC വേണുഗോപാലും ബഹുമാനായ പ്രതിപക്ഷ നേതാവും എല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ വയനാട് ജില്ലയിൽ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് അടുത്ത കാലത്തെ ഏറ്റവും വലിയ ദുരന്തമാണ്. നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളെപ്പോലെ ക്യാമ്പുകളിൽ താമസിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും നൽകുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് എല്ലാ ആളുകളും അവിടെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്.
അവിടെ ഇന്ത്യൻ നേവിയുടെയും ആർമിയുടെയും അതുപോലെ എയർഫോഴ്സിൻ്റെയും സഹായമുണ്ട്. NDRFിൻ്റെ സഹായം നല്ലപോലെ ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെ അതുപോലെ തന്നെ ജനങ്ങളുടെ പൊതുസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉള്ളതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്ത സമയത്തുമെല്ലാം തന്നെ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJP ലീഡേഴ്സുമെല്ലാം പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇവിടെ അവതരിപ്പിച്ച എക്കണോമിക് സർവേ റിപ്പോർട്ടിലും ബഡ്ജറ്റിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. രാജ്യം വികസിക്കുകയല്ല, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയല്ല, അത് പുറകോട്ട് പോകുന്നു എന്നാണ് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഇവിടെ നേരത്തെ ബഹുമാനായ അംഗങ്ങളെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ ഈ ബഡ്ജറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില സംസ്ഥാനങ്ങളോട് പ്രത്യേക രീതി കാണിക്കുകയും മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ ബഡ്ജറ്റിൽ സ്വീകരിച്ചതായി കാണാൻ വേണ്ടി കഴിയുക. നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവികസനത്തിനും ജനങ്ങളുടെ മുന്നേറ്റത്തിനും ഉതകുന്ന രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് നമ്മളെല്ലാം തിരിച്ചറിയുന്നു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒന്നല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതെല്ലാം ഇന്ന് നാം പരിശോധിക്കുമ്പോൾ അതെല്ലാം വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2014 അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ വിസ്മരിക്കുകയാണ് ചെയ്തത്. സർ, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും മുന്നേറിയെന്ന് അവകാശപ്പെടുമ്പോഴും കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. സർ, നമ്മുടെ രാജ്യത്ത് 1/4 വരുന്ന ജനത ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബാണ്. അങ്ങനെ നമ്മുടെ പോപ്പുലേഷൻ്റെ 1/4 വരുന്ന SC/ST ജനവിഭാഗത്തിൻ്റെ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നാം പരിശോധിക്കേണ്ട. 77 വർഷം തികയാൻ വേണ്ടി പോവുകയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷം തികയാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ ഇന്ത്യൻ ജനതയുടെ 1/4 വരുന്ന ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും സ്ഥിതി എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ വലിയ ദുരിതമാണ് ഇപ്പോഴും ആ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നതെന്ന് നാം തിരിച്ചറിയാം. ചില സംസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ SC/ST ജനവിഭാഗത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള യാതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ദുരനുഭവം നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ബഹുമാനിയായ ധനകാര്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തെ 1/4 വരുന്ന ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ? നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? അതില്ല എന്നുള്ളതാണ് ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് വന്ന കണക്കുകളെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യം. നമ്മുടെ രാജ്യത്ത്